ബൈബിളിലെ ദൈവത്തിൻ്റെ മഹാരഥന്മാർ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിളിലെ പുരുഷ കഥാപാത്രങ്ങളുടെ ജീവിതം ധ്യാനിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന ബൈബിളിലെ ദൈവത്തിൻ്റെ മഹാരഥന്മാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ പ്രധാന പുരോഹിതനായിരുന്ന എലയാസറിനെ കുറിച്ചാണ്. ഇസ്രായേലിൻ്റെ ആദ്യത്തെ പുരോഹിതനായിരുന്ന അഹറോൻ്റെ മൂന്നാമത്തെ മകനാണ് എലയാസർ. എലയാസർ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം എൻ്റെ സഹായമാകുന്നു എന്നുള്ളതാണ്. ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ രക്ഷിക്കുവാനായിട്ട് ദൈവം മോശയ്ക്ക് ദൗത്യം നൽകുകയാണ്. ദൈവം മോശയോട് ഇപ്രകാരം അരുളി ചെയ്തു: ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് എൻ്റെ ജനം എന്നെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ നിലവിളി എൻ്റെ കാതുകളിൽ വന്നു പതിക്കുന്നു. അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചകനായി ദൗത്യം ലഭിക്കുന്ന മോശ ദൈവസന്നിധിയിൽ സങ്കടപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുന്നു. തനിക്ക് സംസാര പാടവമില്ല, താൻ വിക്കനാണ്, താൻ എങ്ങനെയാണ് ഈ ജനതയെ വിമോചിപ്പിക്കുന്നത് എന്ന് മോശ ദൈവത്തോട് ചോദിക്കുകയാണ്. തനിക്കിതിന് സാധിക്കില്ല എന്ന് ആവർത്തിച്ച് മോശ പറയുമ്പോൾ ദൈവം മോശയോട് പറയുകയാണ്: നിനക്കൊരു സഹോദരനുണ്ടല്ലോ, നിൻ്റെ സഹോദരനായ അഹറോനെ നീ വിളിക്കുക, അഹറോൻ നിനക്ക് വക്താവായിരിക്കും. അങ്ങനെ മോശ എന്ന കരുത്തുറ്റ പ്രവാചകൻ്റെ നേതൃപാടവത്തിലും അഹറോൻ എന്ന പുരോഹിതൻ്റെ ആത്മീയ ബലത്തിലും ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ ജനം ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയാണ്. ഇസ്രായേലിലെ പ്രഥമ പുരോഹിതനായിരുന്ന അഹറോൻ്റെ മൂന്നാമത്തെ മകനായിരുന്നു എലയാസർ. എലയാസറിനെ തേടി പ്രധാന പൗരോഹിത്യ പദവി എത്തുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്. അഹ്റോന് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായി അഹ്റോൻ വിളിക്കപ്പെടുമ്പോൾ തൻ്റെ മൂത്ത 2 മക്കളെയും അഹ്റോൻ ഈ ശുശ്രൂഷയ്ക്കായിട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ ദൈവഹിതം അനുസരിക്കാതെ അയോഗ്യതയോടെ അഹ്റോൻ്റെ മൂത്ത 2 മക്കൾ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ ധൂപം ദൈവം സ്വീകരിച്ചില്ല. പകരം സമാഗമ കൂടാരത്തിൽ ആ സമയത്ത് തന്നെ അഗ്നി ഇറക്കി അവരുടെ ജീവിതം നശിപ്പിക്കപ്പെട്ടു. തൻ്റെ കൺമുന്നിൽ തൻ്റെ 2 മക്കളും ദുർമരണപ്പെടുന്നത് അഹ്റോൻ നോക്കി നിന്നു. തൻ്റെ സഹോദരങ്ങളുടെ ദുർവിധി എലയാസർ കാണുകയും ചെയ്തു. അങ്ങനെ തൻ്റെ മൂത്ത സഹോദരങ്ങൾ 2 പേരും മരണപ്പെട്ടതിന് ശേഷം ഇസ്രായേലിൻ്റെ പുരോഹിതനായിട്ട് തൻ്റെ അപ്പൻ്റെ സഹായിയായിട്ട് മാറുകയാണ് എലയാസർ. പിന്നീടുള്ള ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വളരെ ആത്മീയ ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തോട് അവരെ ചേർത്ത് നിർത്തുന്ന മഹാപുരോഹിതനായിട്ട്, പ്രധാന പുരോഹിതനായിട്ട് എലയാസറിനെ നമ്മൾ കാണുന്നു. വാഗ്ദത്ത നാട്ടിൽ എലയാസർ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും ദൈവിക കൽപ്പനകളും പ്രമാണങ്ങളും അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തെ ദൈവസ്നേഹത്തിൽ നിലനിർത്തുവാൻ പരിശ്രമിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാ അർത്ഥത്തിലും ഇസ്രായേൽ ജനത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന്, ഇസ്രായേൽ ജനതയുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തിയെടുക്കുന്നതിന് ഏറെ പങ്കുവഹിച്ച എലയാസർ എന്ന് പറയുന്ന പ്രധാന പുരോഹിതൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ വചനഭാഗങ്ങളിൽ വളരെ കുറവാണെങ്കിലും ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വിസ്മരിക്കപ്പെടുവാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് എലയാസർ. എലയാസറിൻ്റെ ജീവിതം നമുക്കൊന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരുപക്ഷെ എലയാസർ എന്ന് പറയുന്ന അഹ്റോൻ്റെ മകൻ പ്രധാന പുരോഹിതനാകുന്ന സമയത്താണ് നമുക്ക് കുറേ കൂടി വ്യക്തമായിട്ട് വചനഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് എന്ന് പറയുമ്പോഴും എലയാസറിൻ്റെ ബാല്യവും എലയാസറിൻ്റെ കൗമാരവും ഒക്കെ വളരെ നിർണായകമായിട്ടുള്ള സംഗതികളാണ്. കാരണം ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ തങ്ങളുടെ ജനം കഷ്ടപ്പെടുന്നത് കാണുകയും ആ കഷ്ടപ്പാട് അനുഭവിക്കുകയും ആ കഷ്ടപ്പാടിലൂടെ വളർന്നു വരികയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു എലയാസർ. ഇസ്രായേലിലെ എല്ലാവരെയും പോലെ
ദൈവം തങ്ങളെ വിമോചിപ്പിക്കും എന്ന് എലയാസർ വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എലയാസറിൻ്റെ ബാല്യവും കൗമാരവും എല്ലാം സഹന ജീവിതത്താൽ രൂപപ്പെടുത്തിയെടുത്തതാണെങ്കിലും ദൈവത്തോടുള്ളൊരു വിധേയത്വവും വിശ്വാസവും അവനിൽ അങ്കുരിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് മോശ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ തങ്ങളുടെ ഇടയിൽ നിന്ന് ഉദയം ചെയ്യുകയും തൻ്റെ പിതാവ് മോശയുടെ വക്താവായിട്ട് ഇസ്രയേലിൻ്റെ പുരോഹിതനായിട്ട് കടന്നു വരികയും ചെയ്യുന്നത്. ഒരു ആത്മീയ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും തൻ്റെ പിതാവിൽ നിന്ന് സ്വീകരിക്കുവാനായിട്ട് എലയാസറിന് സാധിച്ചു എന്നുള്ളതേറെ അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. എലയാസർ കണ്ടിട്ടുണ്ടാകും തൻ്റെ പിതാവായ അഹറോൻ ഫറവോ മഹാരാജാവിൻ്റെ മുന്നിൽ ദൈവീക ശക്തിയാൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ 10 അടയാളങ്ങളിലൂടെ ഇസ്രയേൽ ജനം വിമോചിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഈ അടയാളങ്ങളും ദൈവീക ഇടപെടലുകളും ദൈവീകമായിട്ടുള്ള നൽവരങ്ങളും എത്രമാത്രം ആഴമുള്ളതാണെന്ന് ഈ ചെറുപ്പക്കാരൻ അനുഭവിച്ചറിഞ്ഞിരുന്നു. തൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അവൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് ഈ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ അവനെ സ്വാധീനിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ അപ്പൻ്റെ പൗരോഹിത്യ ജീവിതം ഈ എലയാസർ സ്വീകരിക്കുമ്പോൾ ഒരുപക്ഷെ അവൻ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടാകാം ദൈവത്തോടൊരിക്കലും അവിശ്വസ്തത താൻ കാണിക്കുകയില്ല. ദൈവജനത്തെ ഒരു തരത്തിലും ദൈവസ്നേഹത്തിൽ നിന്ന് താൻ മാറ്റി നിർത്തുകയും ചെയ്യുകയില്ല എന്ന്. കാരണം ദൈവിക പ്രമാണങ്ങളും കൽപ്പനകളും ധിക്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന തിന്മയും തൻ്റെ കൺമുന്നിൽ കണ്ട് അനുഭവിച്ചു വളർന്ന ഒരു വ്യക്തിയായിരുന്നു എലയാസർ. തൻ്റെ അപ്പൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ വീഴ്ചകൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു എലയാസർ. എലയാസറിനറിയാം തൻ്റെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ അയോഗ്യതയോടെയുള്ള ധൂപാർപ്പണമാണ് അവനെ പുരോഹിതനാക്കി മാറ്റിയത് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ തരത്തിലും ദൈവിക പ്രമാണങ്ങളുടെ പാലനം തന്നെ ദൈവസന്നിധിയിൽ സ്വീകാര്യനാക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി അവൻ മനസ്സിലാക്കുന്നു. ദൈവിക പ്രമാണങ്ങളോടും കൽപ്പനകളോടുമുള്ള അവിശ്വസ്തത തന്നെ ദൈവസന്നിധിയിൽ തിരസ്കൃതനാണ്. അതിനാൽ തന്നെ എലിയാസറിൻ്റെ ജീവിതം ഈ 2 കാര്യങ്ങൾ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് കരുപ്പിടിപ്പിക്കപ്പെട്ട ഒരു ജീവിതം ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സീൻ മരുഭൂമിയിലെ കാദേശിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരം അഹറോനും മോശയും പാഴാക്കിയതിൻ്റെ പേരിലാണ് ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്തേക്ക് അവർക്ക് പ്രവേശിക്കുവാൻ സാധിക്കാതെ പോയത്. അതിൻ്റെ പരിണിതഫലമായിട്ടാണ് പ്രധാന പുരോഹിതനായ അഹറോന് തൻ്റെ ജീവൻ ത്യജിക്കേണ്ടി വരുന്നത്. ഹോർ മലയിൽ വെച്ച് വാഗ്ദാന നാട് കാണാതെ തൻ്റെ അപ്പൻ ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്ന നിമിഷത്തിലാണ് എലയാസർ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നത്. പ്രധാന പുരോഹിതനായിരുന്ന അഹറോൻ്റെ വസ്ത്രങ്ങൾ തൻ്റെ മകനായ എലയാസറിനെ അണിയിച്ചുകൊണ്ട് പ്രധാന പുരോഹിതനായിട്ട് എലയാസർ മാറുന്നത് അഹറോൻ കണ്ടു. അങ്ങനെ അഹറോൻ മരണപ്പെട്ട് എലയാസർ പ്രധാന പുരോഹിതനായിട്ട് മാറി. എലയാസറിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത് മോശയോടൊപ്പം സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് എലയാസറിന് വലിയ അനുഗ്രഹം ലഭിച്ചു. മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ജനത്തെ ദൈവീക പ്രമാണങ്ങളോടും കൽപ്പനകളോടും ചേർത്ത് നിർത്തുവാനായിട്ട് ഒരു വിളി ലഭിച്ചതുപോലെ തന്നെ വാഗ്ദാന നാട്ടിലെ ആദ്യത്തെ പ്രധാന പുരോഹിതനായിട്ട് എലയാസർ മാറുകയും ചെയ്യുന്നുണ്ട്. ഇസ്രയേലിൻ്റെ കരുത്തുറ്റ പ്രവാചകനായ മോശയോടൊപ്പവും മോശയുടെ പിൻഗാമിയായി കടന്നു വരുന്ന ജോഷുവായോടൊപ്പവും പ്രധാന പുരോഹിത ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ട് ഇസ്രയേൽ ജനത്തിൻ്റെ ചരിത്രത്തിലെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പുരോഹിതനായിട്ട് എലയാസർ മാറുന്നു. 110-ാം വയസ്സിൽ എലയാസർ മരിച്ചു. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ എലയാസറിൻ്റെ മരണത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എലയാസർ വിവാഹം ചെയ്തിരുന്നത് പുത്തിയേൽ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ്റെ മകളെ ആയിരുന്നു. എലയാസറിൻ്റെ മകൻ ഫിനഹാസ് പിൽക്കാലത്ത് ഇസ്രായേലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പുരോഹിതനായിട്ട് മാറി. 24,000-ത്തിലധികം പേരെ കൊന്ന മഹാമാരിയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നത് എലയാസറിൻ്റെ മകനായ ഫിനഹാസ് എന്ന് പറയുന്ന പുരോഹിതനാണ്. അപ്പോൾ
പൗരോഹിത്യ ശ്രേണിയിൽ ചേർന്ന് നിന്നുകൊണ്ട്, പൗരോഹിത്യ ബന്ധത്തിൽ നിലനിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച ഒരു മനുഷ്യനായിരുന്നു എലയാസർ. ദൈവത്തോടുള്ള വിശ്വസ്തതയും വിശ്വാസവും വിധേയത്വവും എലയാസറിനെ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ മുൻപിലും ഏറെ സ്വീകാര്യനാക്കി മാറ്റി. വളരെ ഹ്രസ്വമായ ജീവിത സാഹചര്യമാണ് എലയാസറിനെക്കുറിച്ച് നമ്മൾ പരിശുദ്ധ വചനത്തിൽ കാണുന്നത് എങ്കിലും എലയാസറിന് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തെ സ്വാധീനിക്കുവാനും ഇസ്രായേൽ ജനത്തിൻ്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തിയെടുക്കുവാനും സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറെ ബുദ്ധിമുട്ടും പ്രയാസവും നിറഞ്ഞു നിന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ ജനത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നതിന് എലയാസറിൻ്റെ സാന്നിധ്യം അവരെ സഹായിച്ചു. വാഗ്ദാന നാട് ലക്ഷ്യമാക്കി ഇസ്രായേൽ ജനം കടന്നു വരുമ്പോൾ ജോഷുവയുടെ നേതൃത്വത്തിൽ ജോർദാൻ നദി കുറുകെ കടക്കാനായിട്ട് അവർ പരിശ്രമിക്കുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാന പേടകം പേറുന്ന പുരോഹിതന്മാർക്ക് നേതൃത്വം കൊടുക്കുന്നത് എലയാസറാണ്. പിന്നീട് ജെറീക്കോ കോട്ട തകർക്കാനായിട്ട് ഇസ്രായേൽ ജനം വാഗ്ദാന പേടകവുമായിട്ട് അതിനു ചുറ്റും പ്രദക്ഷിണം വെക്കുമ്പോൾ ആ പുരോഹിതന്മാരോടൊപ്പവും എലയാസർ ഉണ്ടായിരുന്നു. പ്രധാന പുരോഹിതനെന്ന നിലയിൽ എല്ലാ തരത്തിലും മറ്റുള്ള പുരോഹിതന്മാർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ദൈവ സാന്നിധ്യം അവരുടെ മധ്യത്തിൽ പൂർണ്ണമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും അവർക്ക് അനുഭവവേദ്യമാകുന്നതിനും എലയാസർ പരിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിന് സാധിക്കും. വാഗ്ദാന നാട്ടിലേക്ക് ഇസ്രായേൽ ജനം പ്രവേശിച്ചു കഴിയുമ്പോൾ ജോഷുവയോടൊപ്പം നിന്ന് അവർക്ക് ഓരോരുത്തർക്കും വേണ്ട സ്ഥലം വിഭജിച്ചു കൊടുക്കുന്നതിന് എലയാസർ പ്രത്യേകമായിട്ട് ജോഷുവയെ സഹായിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ തരത്തിലും ഇസ്രായേലിൻ്റെ നേതാക്കന്മാർക്ക് ആത്മീയ പിന്തുണ നൽകിക്കൊണ്ട് അവരോടുള്ള വിധേയത്വവും ദൈവത്തോടുള്ള വിശ്വസ്തതയും ഒരു സമർപ്പണമാക്കി മാറ്റിയ മനുഷ്യനായിരുന്നു എലയാസർ എന്ന് പറയുന്ന പ്രധാന പുരോഹിതൻ. ഈ പുരോഹിതൻ്റെ ജീവിതം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ എലയാസർ എന്ന് പറയുന്ന പ്രധാന പുരോഹിതന് വിളി ലഭിക്കുന്നത് ആരുടെയൊക്കെയോ ദൈവസന്നിധിയിലുള്ള അവിശ്വസ്തത മൂലമാണ്. ഒരുപക്ഷെ അഹ്റോൻ്റെ മൂത്ത 2 മക്കളും ദൈവസന്നിധിയിൽ യോഗ്യതയോടെ ശുശ്രൂഷ ചെയ്തിരുന്നുവെങ്കിൽ എലയാസറിന് പകരം അവർ ആരെങ്കിലും പ്രധാന പുരോഹിതനായിട്ട് മാറുമായിരുന്നു. എന്നാൽ അവരുടെ അവിശ്വസ്തത എലയാസറിന് ഒരു അവസരം നൽകിയപ്പോൾ ആ അവസരം എല്ലാ അർത്ഥത്തിലും നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുവാനായിട്ട് എലയാസർ പരിശ്രമിച്ചു. തൻ്റെ സഹോദരങ്ങളുടെ ദുർമരണം പൗരോഹിത്യത്തെ ഏറെ മാനിക്കുവാനും പൗരോഹിത്യത്തിന് വില കൊടുക്കുവാനുമായിട്ട് എലയാസറിനെ സഹായിക്കുന്നുണ്ട്. എലയാസറിൻ്റെ പൗരോഹിത്യ ജീവിതം രൂപപ്പെടുന്നത് തന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ദൈവസന്നിധിയിലുള്ള അവിശ്വസ്തത, അയോഗ്യത അത് ദൈവസന്നിധിയിൽ നമുക്ക് സ്വീകാര്യത ഇല്ലാതാക്കി തീർക്കും എന്ന് നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ ദൈവസന്നിധിയിൽ നമുക്ക് സ്വീകാര്യത ഇല്ലാതാകുമ്പോൾ നമുക്ക് പകരം മറ്റൊരാൾ അവിടെ എത്തും. ഒന്നോർക്കുക, ദൈവസന്നിധിയിൽ നമ്മൾ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെയും ക്രമീകരിക്കാതെയും ഇരിക്കുമ്പോൾ നമ്മൾ തിരസ്കരിക്കപ്പെടുകയും നമുക്ക് പകരം മറ്റൊരാൾ നമ്മുടെ ആ ഉത്തരവാദിത്വത്തിലേക്ക് കടന്നു വരികയും ചെയ്യുമെന്ന് എലയാസറിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് എലയാസറിൻ്റെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം അവൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ അവനെ സ്വാധീനിച്ചിരുന്നു. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം തൻ്റെ പിതാവായ അഹറോൻ്റെ ജീവിത ക്രമീകരണങ്ങളിൽ എവിടെയൊക്കെയോ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിലും എലയാസറിൻ്റെ ജീവിതത്തിൽ അതുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം ഒരിക്കലും എലയാസറിനെ സ്വാധീനിക്കുന്നില്ല. ദൈവിക പ്രമാണങ്ങളും ദൈവിക കൽപ്പനകളും ജോഷുവയുടെയും മോശയുടെയും നേതൃത്വവും മാത്രമാണ് എലയാസറിനെ സ്വാധീനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ ദൈവിക വിശ്വാസത്താൽ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകുന്ന ഒരു മേഖലയെന്ന് പറയുന്നത് നമുക്ക് വിശ്വാസമുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാണ്, നമ്മൾ ദൈവിക കാര്യങ്ങൾ വ്യാപൃതരാകുന്നവരാണ്. എന്നാൽ എപ്പോഴൊക്കെയോ ചില സാഹചര്യങ്ങളിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ നമ്മെ വീഴ്ത്താറുണ്ട്. വചനം
പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. കാരണം നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും ദൈവഹിതത്തിനപ്പുറത്ത് നമ്മെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ആ സാഹചര്യത്തെ അതിജീവിക്കുവാൻ നാം ഏറെ പണിപ്പെടേണ്ടിയിരിക്കുന്നു. യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന യൂദോസ് കറിയാത്ത ശിഷ്യ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടത് അവന് മുൻപിൽ ഒരു സാഹചര്യം വന്നപ്പോൾ, അതായത് വെള്ളി നാണയങ്ങൾ സ്വന്തമാക്കി ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാനുള്ളൊരു സാഹചര്യം വന്നപ്പോൾ അവൻ ഗുരുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആ വെള്ളി നാണയങ്ങൾക്കാണ്. അങ്ങനെ വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനെ യൂദോസ് കറിയാത്ത ഒറ്റിക്കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിന് സാധിക്കും. ഇതുപോലെ നമ്മുടെ ചില താല്പര്യങ്ങളും നമ്മുടെ ചില ഇഷ്ടങ്ങളും നമ്മുടെ ചില ആഗ്രഹങ്ങളും കടന്നു വരുമ്പോൾ ദൈവത്തേക്കാൾ, ദൈവിക പ്രമാണങ്ങളേക്കാൾ, ദൈവിക കൽപ്പനകളേക്കാൾ കൂടുതൽ നമ്മൾ വില നൽകുന്നതിന് ഇവയ്ക്കായിരിക്കും. അങ്ങനെ ഇവ നൽകുന്ന സാഹചര്യത്തെയോ ഇവ നൽകുന്ന സമ്മർദ്ദത്തെയോ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു. അങ്ങനെ നമ്മൾ വീണു പോകുന്നു. എന്നാൽ എലയാസറിന് ഇവിടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുന്നത് അവൻ്റെ ബോധ്യങ്ങളിൽ നിന്നാണ്. കാരണം തൻ്റെ പിതാവിൻ്റെ വീഴ്ച കണ്ട വ്യക്തിയാണ്, തൻ്റെ പിതാവിൻ്റെ ജീവിതത്തിൻ്റെ അവിശ്വസ്തത കണ്ട വ്യക്തിയാണ്, തൻ്റെ സഹോദരങ്ങളുടെ ദുർമരണം കണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവന് ബോധ്യമുണ്ട് തന്നെ സഹായിക്കുവാനും തന്നെ ബലപ്പെടുത്തുവാനും തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാനും തൻ്റെ ദൈവം തന്നെ സഹായിക്കും. ഈ ബോധ്യത്തിലാണ് എലയാസർ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ക്രമീകരിക്കുന്നത്, തൻ്റെ ജീവിതം ക്രമീകരിക്കുന്നത്. എല്ലാം നൽകി അനുഗ്രഹിക്കുകയും സഹനമുഖത്തും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവ സാന്നിധ്യം നമ്മോടൊപ്പമുള്ളപ്പോൾ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും എന്ന വിശുദ്ധ പൗലോസ്ലീഹ ഉറക്കെ പറയുന്ന ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അലയടിക്കുമ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നമ്മെ വീഴ്ത്തരുത്. മറിച്ച് എല്ലാ സാഹചര്യങ്ങൾക്കും അപ്പുറത്ത് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായാലും എൻ്റെ ദൈവത്തോട് ഞാൻ ചേർന്ന് നിൽക്കും എന്ന് എലയാസറിനെ പോലെ പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് എലയാസറിൻ്റെ ജീവിതം മുഴുവനും ക്രമീകരിക്കപ്പെടുന്നത് അവൻ്റെ കൗമാരത്തിലും ബാല്യത്തിലും യൗവനത്തിലുമൊക്കെ അവൻ അനുഭവിച്ചറിയുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നാണ്. ഇസ്രായേൽ ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ കഷ്ടപ്പെടുകയും ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവരെ രക്ഷിക്കുവാനായി ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എലയാസർ തൻ്റെ ജീവിതത്തിൽ ഓർക്കുന്നുണ്ട്. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മയെ ചേർത്ത് പിടിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നന്മകളും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളും കൃപകളും കണ്ടവനാണ് എലയാസർ. എലയാസറിനറിയാം തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. തൻ്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ പ്രതിബന്ധങ്ങളായി വന്നാലും ദൈവം തന്നോടൊപ്പമുണ്ടെങ്കിൽ ആ പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാനായിട്ട് തനിക്ക് സാധിക്കും. ഒരു മനുഷ്യന് തന്നോടൊപ്പം നിൽക്കുന്നതിന് പരിധിയുണ്ട്. ഒരു മനുഷ്യന് തന്നെ സ്നേഹിക്കുന്നതിന് പരിധിയുണ്ട്. ഒരു മനുഷ്യന് തനിക്ക് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യുന്നതിന് പരിധിയുണ്ട്. എന്നാൽ സ്വർഗത്തിലെ അപ്പന് തന്നെ സ്നേഹിക്കുന്നതിന് പരിധിയില്ല. സ്വർഗത്തിലെ അപ്പന് തന്നോടൊപ്പം ആയിരിക്കുന്നതിന് പരിധിയില്ല. സ്വർഗത്തിലെ അപ്പന് തനിക്ക് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യുന്നതിന് പരിധിയില്ല. കാരണം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ഇസ്രായേൽ ജനത്തോടൊപ്പം നടക്കുന്ന ദൈവത്തെ അവൻ കണ്ടു. വിശക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ മന്നയും കാടപ്പക്ഷിയും നൽകി ഇസ്രായേൽ ജനത്തെ പരിപോഷിപ്പിക്കുന്ന ദൈവത്തെ അവൻ കണ്ടു. യുദ്ധമുഖത്ത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി നേരിട്ടിറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്ന ദൈവത്തെ അവൻ കണ്ടു. മരുഭൂമിയിൽ ദാഹിക്കുന്നുവെന്ന് പറയുമ്പോൾ പാറയിൽ നിന്ന് വെള്ളം കൊടുക്കുന്ന ദൈവത്തെ അവൻ കണ്ടു. അപ്പോൾ എല്ലാ തരത്തിലും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തെ കണ്ടുമുട്ടിയ എലയാസറിനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ അർത്ഥത്തിലും തൻ്റെ ജീവിതം ആ ദൈവീക പ്രമാണങ്ങളിൽ അടിയുറച്ച് ക്രമീകരിച്ചു എന്നുള്ളത് ഏറെ അനുഗ്രഹീതമായി തീരുകയാണ്. എലയാസറിന് നൽകപ്പെടുന്ന ആദ്യത്തെ ഉത്തരവാദിത്വം സമാഗമ കൂടാരത്തിൽ വേണ്ടതെല്ലാം പ്രദാനം ചെയ്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതായിരുന്നു. സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളോടുള്ള ഭക്തിയും അതിനോടുള്ള ബഹുമാനവും എലയാസറിൻ്റെ ജീവിതത്തിൽ കാണുന്നതിന് നമുക്ക് സാധിക്കും. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ദൈവത്തോടോ ദൈവാലയത്തോടോ ദൈവിക കാര്യങ്ങളോടോ ഭക്തവസ്തുക്കളോടോ ഒക്കെ വേണ്ടത്ര ബഹുമാനവും വിധേയത്വവും ഭക്തിയും ഇല്ലാത്ത അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവരുടെ മുൻപിൽ എലയാസറിൻ്റെ ജീവിതം വളരെ വ്യത്യസ്തമായി തീരുന്നത്
അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളോടൊപ്പം ആ സമാഗമ കൂടാരവും അതിൻ്റെ പരിസരവും അതിൻ്റെ ഉള്ളിലെ വസ്തുക്കളും അവൻ എങ്ങനെ ക്രമീകരിച്ചു, എങ്ങനെ പരിചരിച്ചു എന്നുള്ളതിലാണ്. പ്രിയപ്പെട്ടവരെ, എലയാസർ എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ പ്രധാന പുരോഹിതൻ്റെ ജീവിതം നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എലയാസറിൻ്റെ ജീവിതം വളരെ വ്യത്യസ്തമായി തീർന്നത് ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ടാണ്. തനിക്ക് ലഭിച്ച ദൗത്യം അതെല്ലാ അർത്ഥത്തിലും വിശ്വസ്തയോടെ പരികർമ്മം ചെയ്യുവാനായിട്ട് ആ മനുഷ്യൻ തയ്യാറായതുകൊണ്ടാണ്. വാഗ്ദാന നാട്ടിൽ ഇസ്രയേൽ ജനത്തിനു വേണ്ടി ധൂപമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും അവരെ ബലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ്റെ മനസ്സിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ദൈവമേ, ഈ ദേശത്തെത്തുവാൻ നീ എത്രമേൽ ഞങ്ങളെ സഹായിച്ചു. ദൈവമേ, ഈ ദേശം അവകാശമാക്കുവാൻ നീ എത്രമേൽ ഞങ്ങളെ സഹായിച്ചു. ജോർദാൻ നദി മുറിച്ചു കടക്കുവാനായി ഞങ്ങൾ പാടുപെടുമ്പോൾ വാഗ്ദാന പേടകവുമായിട്ട് പുരോഹിതന്മാർ ആ വെള്ളത്തിൽ കാലുവെച്ചപ്പോൾ ആ വെള്ളം ഒരു പാതയായിട്ട് ഞങ്ങളുടെ മുൻപിൽ നിന്നു. യുദ്ധം ചെയ്യാതെ ജെറീക്കോ പട്ടണത്തിന് ചുറ്റും നിൻ്റെ വാഗ്ദാന പേടകം കൊണ്ട് ഞങ്ങൾ പ്രദക്ഷിണം നടത്തിയപ്പോൾ ആ കോട്ടകൾ തകർന്നു വീണു. എത്രയോ അത്ഭുതകരമായിട്ടാണ് ദൈവമേ നീ ഞങ്ങളെ സംരക്ഷിച്ചത്. അപ്പോൾ നന്ദി എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ് ശരിക്കും എലയാസറിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ബലപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വാഗ്ദത്ത നാട്ടിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവഹിതപ്രകാരം ഭൂമി അവൻ വിഭജിച്ച് കൊടുക്കുന്നുണ്ട്. ലോട്ടിട്ട് ഭൂമി വിഭജിച്ച് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ അവിടെയും അഴിമതി ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യവും അവൻ്റെ മുന്നിലുണ്ട്. എന്നിട്ടും അവൻ ഒന്നും തനിക്ക് അനുകൂലമാക്കി മാറ്റാതെ എല്ലാം ദൈവത്തിനും ദൈവജനത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ക്രമീകരിക്കുന്ന മനുഷ്യനായി നിലകൊള്ളുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എലയാസർ എന്ന് പറയുന്ന പുരോഹിതൻ എല്ലാ പുരോഹിതന്മാർക്കും ഒരു മാതൃകയാണ്. എലയാസർ എന്ന് പറയുന്ന പുരോഹിതൻ എല്ലാ സാധാരണക്കാർക്കും ഒരു മാതൃകയാണ്. ആ മാതൃകയെന്ന് പറയുന്നത് അവൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന മാതൃകയാണ്. ദൈവത്തോടും ദൈവീക പ്രമാണങ്ങളോടുമുള്ള വിശ്വസ്തതയിൽ ജീവിതം ക്രമീകരിച്ചാൽ എല്ലാ ശുശ്രൂഷകളെയും എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് പിടിക്കുവാനും സഹായിക്കുവാനും ദൈവം ഒപ്പമുണ്ടാകും എന്നുള്ള വലിയ ബോധ്യത്തിൽ നിന്ന് ഉരുവായിത്തീർന്ന ഒരു ജീവിതം നമുക്കും തിരിച്ചറിയാം. ദൈവം ഒരുപക്ഷെ നമ്മെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ യോഗ്യത കണ്ടിട്ടൊന്നുമല്ല. ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ബലഹീനതയും നമ്മുടെ കുറവും ആരുടെയെങ്കിലുമൊക്കെ അവിശ്വസ്തതയും ഒക്കെ കണ്ടിട്ടാകാം. പക്ഷേ ദൈവസന്നിധിയിൽ നമ്മൾ എപ്രകാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം. നമ്മളോടൊപ്പമുള്ളവരും നമുക്ക് മുമ്പേ കടന്നു പോയവരും ഒക്കെ അവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിതം ക്രമീകരിച്ചാലും നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മുടെ കൂട്ടുകാരും നമ്മളെ സ്വാധീനിക്കുവാൻ പരിശ്രമിച്ചാലും ഇതൊന്നും എന്നെ സ്വാധീനിക്കില്ല. എന്നെ സ്വാധീനിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ പ്രമാണവും എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനയും അതോടൊപ്പം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളുടെ ഉത്തരവാദിത്വങ്ങളും മാത്രമായിരിക്കും എന്ന് നമുക്കും എലയാസറിനെ പോലെ പറയാം. അങ്ങനെ എലയാസറിനെ പോലെ ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ പൂർത്തീകരിച്ച് ദൈവസ്നേഹത്തിൽ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനും ദൈവത്തോട് വിധേയത്വവും വിശ്വസ്തതയും ഉള്ളവരായി മാറുവാനും നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.